ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നമ്മളിൽ ചില ആളുകൾ വളരെ നിസ്സാരമായി തള്ളിക്കളയുന്ന രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോടൊപ്പം പറയാൻ പോകുന്നത്. എല്ലാവരുടെ വീട്ടിലും എന്തുണ്ട്? പൂച്ച എന്ന് പറയുന്ന ഒരു ജീവി. ഈ പൂച്ച അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അപ്പൊ പൂച്ച എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും, ചില ആളുകൾക്ക് പൂച്ച കയറി മോട്ടിച്ചെന്ന് പറഞ്ഞാൽ അതിന് വിഷം കൊടുത്ത് കൊല്ലുന്ന ആളുകൾ ഉണ്ടാകും. ഈ വിഷയം നിങ്ങൾ പഠിക്കേണ്ടുന്ന വിഷയമാണ്. ഈ പൂച്ച എന്ന് പറയുന്നത് അതിനെ സ്നേഹിക്കുന്നവരുടെ പിന്നാലെ അത് എപ്പോഴും ഉണ്ടാവും. ഇത് കേൾക്കുമ്പോ ചില ആളുകൾ അടുത്തിരിക്കുന്ന ഭർത്താവിനെയോ അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ബന്ധുക്കളെയൊക്കെ ഒന്ന് മാന്തി പറിക്കും, എന്തിനാ കണ്ട എന്നെ പറ്റി പറയുന്നവരുണ്ടാവും. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല മനസ്സ്, നല്ല ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഈ പൂച്ചയുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ പൂച്ചയെ വളർത്താറുണ്ട് അല്ലേ? ചില വീടുകളിൽ ചെന്നാലേ പൂച്ചയാണോ വരുന്നത് അതല്ല എന്നെ സിംഹമാണോ വരുന്നത് അറിയത്തില്ല. അമ്മാതിരി പൂച്ചയുണ്ട് അല്ലെ? ഞാനൊരു വീട്ടില് വാതിന് പോയപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിരുന്നപ്പോ പടച്ച റബ്ബില്ലാലെ ഇത്ര വലിപ്പമുണ്ട്, ഇങ്ങനെ താടി വെച്ചിട്ട് വരും. ഞാൻ ആകെ പേടിച്ചു, കാരണം പൂച്ചയാണോ സിംഹമാണോ അറിയാൻ വയ്യ. ചില വീടുകളിൽ ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് അങ്ങനെയുള്ള പല പൂച്ചകളും ഉണ്ട് ഇല്ലേ? അതേസമയം നമ്മുടെ വീട്ടിലെ ആ പൂച്ചയെ വളർത്തുമ്പോൾ അതിന് ഭക്ഷണം കൊടുക്കുമ്പോൾ ഒന്നും കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞടക്കുന്നില്ല, ഇല്ല മെലിഞ്ഞ പൂച്ചകളുണ്ടാവും. ഒന്നും കൊടുക്കൂല, എവിടെ നിന്നും കിട്ടത്തില്ല, കിട്ടണ ഫുൾ എറിയായിരിക്കും, വേറെ ഭക്ഷണം കിട്ടൂല. അമ്മാതിരി പൂച്ചകളുണ്ട് ചില നാടുകളിൽ. പക്ഷെ ഈ വലിഞ്ഞു വന്ന് കയറുന്ന പൂച്ചകൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകളുടെ സൗണ്ട് കേട്ടാൽ മതി പൂച്ച അപ്പ വിളിക്കും. എന്താ കാരണം? അവർ ഭക്ഷണം കൊടുക്കും. ആ പൂച്ചകളോട് നല്ല സ്നേഹം ഉണ്ടാകും ഇല്ലേ? യഥാർത്ഥപരമായിട്ട് പൂച്ച എന്ന് പറയുന്നത് വല്ലാത്തൊരു അത്ഭുതമാണ്. അള്ളാഹുവിന്റെ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഈ പൂച്ചയെ ഇഷ്ടപ്പെട്ടിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് എന്തിനാണ് ഹുറൈറ എന്നുള്ള പേര് അള്ളാഹുവിന്റെ പ്രവാചകരെ വെച്ചു കൊടുത്തതെന്നറിയുമോ? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പൂച്ചയോട് വല്ലാത്ത ഇഷ്ടമുള്ള ആളായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു എന്തുകൊണ്ടാണ് അങ്ങനെ പേര് വീഴാനുള്ള കാരണം? അവിടുന്ന് നിസ്കാരത്തിന് വേണ്ടിയിട്ടല്ല, അബൂ ഹുറൈറ റളിയല്ലാഹു തആല കിടന്നുറങ്ങുകയാണ്. അപ്പോഴാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ആ കമീസിന്റെ ഒരു കൈക്ക് കുറച്ച് ഇറക്കം കൂടുതലാണ്. ആ ഒരു കൈയുടെ പുറത്തൊരു പൂച്ച അങ്ങ് വന്ന് കിടക്കുകയാണ്. ആ പൂച്ച കിടക്കുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിചാരിച്ചു പോയി, റബ്ബേ, പൂച്ച നല്ല ഉറക്കത്തിലാണ്, അതുകൊണ്ട് ആ പൂച്ചയെ വിളിക്കണ്ട, ആ പൂച്ചയെ ഉണർത്തണ്ടെന്ന് പറഞ്ഞൊരു കത്തിയെടുത്തിട്ട് ആ കൈയുടെ ഭാഗം, ആ കമീസ്, നല്ലൊരു കമീസിന്റെ കൈ അങ്ങ് മുറിച്ച് കൈമെല്ലെ വലിച്ചിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കടന്നുപോയി. എന്നിട്ടും പൂച്ചയുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയില്ല. നമ്മളാണെങ്കിൽ എന്താ, കള്ള ശൈത്താൻ കടത്താൻ അത് വീട്ടിന്റെ ഉള്ളിൽ നടക്കണത് എറിഞ്ഞാന് അല്ലെ? ഇപ്പുറത്തെ വീട്ടിലെ പൂച്ചയായിരിക്കും. ഇവിടുന്ന് പോകുമ്പോ ആ പൂച്ചയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, തിരിച്ചു വരുമ്പോ നെറ്റി ഒരു മുട എങ്ങനെ ആയിരിക്കും. എന്താ കാരണം? അപ്പുറത്തൊരു എറിഞ്ഞ് പിടിപ്പിച്ചിട്ടായിരിക്കും. അങ്ങനെ ഉണ്ടാവും അല്ലേ? എന്നാൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ് പൂച്ചയെ നമ്മൾ നോവിച്ചുകൊണ്ട് കടന്നു പോയാൽ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കഥയെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് ചില ആണുങ്ങൾക്ക് പൂച്ചയോട് ഭയങ്കര ഇഷ്ടമാണ്, ചില ഉമ്മമാർക്കും പൂച്ചയോട് ഇഷ്ടമാണ്. എന്നാൽ അവിടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പൂച്ച കടിച്ചതിന്റെ ബാക്കി കടിച്ചിട്ടുണ്ടെന്നുണ്ട്. പൂച്ച കടിച്ചിട്ട് നമ്മളാണെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്